അപ്പോൾ ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് ഇന്ന് കോഴിക്കോടുള്ള കസ്റ്റമർക്കായിരുന്നു ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ഒരു 1 ഇയർ ബേബിക്കുള്ള ബർത്ത്ഡേ ഫ്രോക്കായിട്ടാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. കസ്റ്റമർ റെഫറൻസ് പിക്ക് വന്നത് ഈ ഒരു പിക്ചറായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ 3 വലിയ ഫ്ലവർ ഉണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതാണ് ഞാനിതിന് ആദ്യം ചെയ്തെടുത്തത്. ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് 2 മീറ്റർ ക്ലോത്തിൽ 4 ഇഞ്ച് വിടത്തിലാണ് ഞാൻ ക്ലോത്ത് എടുത്തുകൊണ്ട് പ്ലീറ്റ് ഇടാൻ തുടങ്ങിയത്. ഇത് ഫുള്ള് പ്ലീറ്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഫ്രോക്കിൻ്റെ ബോട്ടം പാർട്ട് ഫുള്ളായിട്ട് ഞാൻ ഫാഷൻ മേക്കർ മെഷീനുമേൽ സിക്സാക്ക് സ്റ്റിച്ചിലാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൻ്റെ ബോട്ടം പാർട്ട് ഞാൻ ഗഡ്സ് ഉപയോഗിച്ചിട്ടില്ല ഫോൾഡ് ചെയ്തപ്പോൾ. സാധാരണ എല്ലാ ഫ്രോക്കിനും ഞാൻ ഗഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുക്കൽ. ഈ ക്ലോത്തിന് നമ്മൾ ഗഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പഫി ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലോത്ത് തന്നെയായിരുന്നു അത്. എന്നാലും കുറച്ച് ഷിഫ്റ്റ് നെറ്റും കോട്ടൺ ലൈനിങ്ങും ഞാൻ ഇതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബർത്ത്ഡേ ഫ്രോക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിന് ഷോൾഡറിന് നമ്മൾ മുത്താണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. മുത്ത് കോർത്തിട്ട് അത് അതിന്മേൽ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മോഡലിലും അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഫ്രോക്കിന് ഷോൾഡർ ഇല്ലാതെ ഞാൻ ആദ്യം ബോഡി പാർട്ട് മാത്രം ചെയ്തിട്ടാണ് ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിനുള്ള മുത്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരിക്കലും കഴുത്തിന് അകലം കൂട്ടിയെടുക്കാൻ പാടില്ല, ഒന്നുകൂടി കുറച്ചെടുക്കണതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ ഈ മുത്ത് മാത്രമാകുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഊരി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി കഴുത്തിനുള്ള ഭാഗം ഒന്നുകൂടി വിടുത്ത് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത ക്ലോത്ത് മുഴുവനും ഞാൻ ഫ്ലവർ ആക്കിയിട്ട് ചുരുട്ടി കൊടുത്തിട്ട് ഈ ബോഡി പാർട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ 3 ഒരേ വലുപ്പത്തിലാണ് ഫ്ലവർ ചെയ്തെടുക്കൽ. പിന്നെ ഫ്ലവറിൻ്റെ ബാക്ക് ഭാഗം 3 ഞാൻ നല്ലപോലെ തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് കൊണ്ട് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഈ ഷോൾഡറിന് മുത്തായതുകൊണ്ട് തന്നെ ഈ ഡമ്മിൽ വെച്ചപ്പോഴാണ് ഒന്നും കൂടെ ഭംഗി കിട്ടിയത്. അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷേ അതിനൊന്നും കഴിയണില്ല. ഇനി ഞാൻ ഇതിൽ ഇത് വെച്ച് കൊടുത്തുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ബാക്കിലുള്ള ബോയും ടൈലും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് അതിന്മേൽ ഇപ്പോൾ പിടിപ്പിച്ച് കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ അതേ ഡിസൈനിലുള്ള ഷൂവും എയർ ബാൻഡും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബോ പിൻ ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ടൈല് വന്നിട്ട് 2 സൈഡിലും ഞാൻ ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൂപ്പ് ഈ ഉടുപ്പിൻ്റെ 2 സൈഡിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫോട്ടോ കസ്റ്റമർക്ക് കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ഒരു ടൈലുമേൽ നെയിം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തിന് ഞാൻ കവറിലൊക്കെ ആക്കി കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഞാൻ കവറൊക്കെ പൊട്ടിച്ച് അതിനെടുത്തതിന് ശേഷം ഞാൻ നെയിം എഴുതാൻ നിന്ന്. അതിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റും കൂടി കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ പോയെന്ന് ഇങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു. ഇത് ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു ഫീല് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിന് കുറച്ചും കൂടി ശ്രദ്ധിക്കാണ്ടായിരുന്നു. ഇതിൽ ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിയത്, ഞാനിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ക്ലോത്തായിരുന്നു വെച്ചത്, വേസ്റ്റ് ക്ലോത്ത്. അപ്പോൾ വേസ്റ്റ് ക്ലോത്തിന് പകരം കവറോ അല്ലെങ്കിൽ വേഗം എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഷീറ്റോ എന്തെങ്കിലും വെക്കുന്നതാവും നല്ലത്. കാരണം ഇത് ഞാൻ ഈ ഗിൽറ്റ് പൊടി ഇട്ടതിന് ശേഷം ഉണങ്ങാൻ വെച്ചപ്പോൾ ഈ ക്ലോത്ത് കൂടി അതിൻ്റെ കൂടെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എടുത്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഗിൽറ്റ് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ എല്ലാ പണി കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ അത് കസ്റ്റമറെ കൈ കിട്ടിയിട്ട് നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസുകളും ചെറിയ ടിപ്സുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ഡ്രസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യാം.